നമസ്കാരം. ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ് പുതിയ ചരിത്രം എഴുതി മുന്നേറുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ കാണുന്ന ഈ ഒരു കുതിപ്പ് ഒരു തുടക്കം മാത്രമായിരിക്കുമോ? ഡിസംബർ 8 തുടങ്ങുന്ന ആഴ്ചയിലും വിപണി ഈ ഒരു പോസിറ്റീവ് ട്രെൻഡ് തുടർന്നാൽ അത്ഭുതപ്പെടാനില്ല. അപ്പോൾ ഈ ഒരു മുന്നേറ്റത്തിൽ നമുക്ക് എങ്ങനെ ഭാഗവാക്കാകാനാകും, അതുപോലെ തന്നെ മാർക്കറ്റിന്റെ നീക്കങ്ങളെ മൊത്തമായിട്ട് മനസ്സിലാക്കാനും അടുത്ത ആഴ്ചയിൽ മാർക്കറ്റിന്റെ സാധ്യതകളെ പറ്റി അനലൈസ് ചെയ്യാനും മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന എല്ലാത്തരം ഇൻഫർമേഷനുകളെ പറ്റി അനലൈസ് ചെയ്യാനും അതുപോലെ തന്നെ കേരളത്തിലെ സാധാരണക്കാരായ നിക്ഷേപകർക്ക് പോലും പരിഗണിക്കാവുന്നതും മികച്ച നേട്ടം നൽകാൻ സാധ്യതയുമുള്ളതുമായിട്ടുള്ള ചില ഓഹരികളെ കുറിച്ചും കൂടിയാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. വീഡിയോ മുഴുവനായിട്ട് കാണുക, കാരണം ഓരോ വിവരവും നിങ്ങളുടെ നിക്ഷേപ തീരുമാനങ്ങൾക്ക് ഒരുപാട് സഹായകരമായിരിക്കും. അപ്പം ഡയറക്റ്റ് നമുക്ക് ഇൻഫർമേഷനിലേക്ക് കിടക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് ധനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. വെൽക്കം ടു ദ വീക്ക്ലി റൗണ്ട് അപ്പ്. എന്തുകൊണ്ടാണ് വിപണി ഇത്ര ആവേശത്തിൽ മുന്നേറുന്നത്? ഈ മുന്നേറ്റത്തിന് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ അതിശക്തമായിട്ടുള്ള വളർച്ച തന്നെയാണ്. ഈയിടെ പുറത്തു വന്ന കണക്കുകൾ പ്രകാരം 2025-26 സാമ്പത്തിക വർഷത്തിന്റെ രണ്ടാം പാദത്തിൽ, അതായത് ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ ഇന്ത്യ 8.2 എന്ന മികച്ച GDP വളർച്ചാ നിരക്കാണ് കൈവരിച്ചത്. ഇത് ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥയായിട്ട് ഇന്ത്യയെ മാറ്റുന്നു. ഉൽപാദന, നിർമ്മാണ, സേവന മേഖലകളിലെല്ലാം വലിയ ഉണർവ് കാണാനും. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പലിശ നിരക്കുകളിൽ വന്ന മാറ്റമാണ്. ഡിസംബർ 5 സമാപിച്ച മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗത്തിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ RBI റിപ്പോ നിരക്ക് 25 ബേസിക് പോയിന്റ് കുറച്ച് 5.25 ആക്കി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പണപ്പെരുപ്പം നിയന്ത്രിക്കുന്നതിനായും സാമ്പത്തിക വളർച്ച ശക്തമാക്കുന്നതിനായുമാണ് ഈ ഒരു തീരുമാനങ്ങൾ വന്നത്. ഇതിനു പിന്നിൽ ഈ സാമ്പത്തിക വർഷത്തെ GDP വളർച്ചാ പ്രവചനം 7.3% ഉയർത്തുകയും ചെയ്തു. പലിശ നിരക്ക് കുറഞ്ഞത് വിപണിക്ക് നൽകിയിരിക്കുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. ഇപ്പൊ അടുത്ത ആഴ്ച ഡിസംബർ 8 മുതൽ 12 വരെ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് സാമ്പത്തിക ഡേറ്റ, വ്യാവസായിക ഉൽപാദന കണക്കുകളും റീറ്റെയിൽ പണപ്പെരുപ്പത്തിന്റെ CPI കണക്കുകളും പുറത്തു വരുന്നുണ്ട്. സമ്പദ് വ്യവസ്ഥയുടെ യഥാർത്ഥ ചിത്രം നൽകുന്ന ഈ ഡേറ്റകൾ വിപണിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതോടൊപ്പം അമേരിക്കയിലെ പണപ്പെരുപ്പത്തിന്റെ കണക്കുകളും ആഗോള വിപണിയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട്. കോർപ്പറേറ്റ് ആക്ഷനുകളെ പറ്റി നോക്കാം. അടുത്ത ആഴ്ച നിരവധി പുതിയ IPOകൾ വിപണിയിൽ എത്തുന്നുണ്ട്. വേക്ക്ഫിറ്റ് ഇന്നോവേഷൻസ്, കൊറോണ റെമഡീസ് തുടങ്ങിയ കമ്പനികളുടെ മെയിൻ ബോർഡ് IPOകൾ ഡിസംബർ 8 ആരംഭിക്കും. മീഷോ, എക്വസ് തുടങ്ങിയ കമ്പനികളുടെ ഓഹരികൾ ഡിസംബർ 10 സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യപ്പെടും. ഇത് കൂടാതെ ഫിസിക്സ് വാല, ഫ്ലെക്സിടഫ് വെഞ്ചേഴ്സ് തുടങ്ങിയ ചില കമ്പനികളുടെ പാദവാർഷിക ഫലങ്ങളും മോഡിസൺ ലിമിറ്റഡ് പോലെയുള്ള ഓഹരികളുടെ ഡിവിഡന്റ് എക്സ് ഡേറ്റുകളും ഈ ആഴ്ചയാണ് വരാനിരിക്കുന്നത്. ഈ ഒരു സംഭവ വികാസങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ പ്രധാന സൂചികളുടെ ലെവലുകൾ നമുക്ക് പരിശോധിക്കാം. നിഫ്റ്റി 50 അതിന്റെ എക്കാലത്തെയും ഉയർന്ന നിലവാരത്തിനടുത്താണ് ട്രേഡിംഗ് നടത്തുന്നത്. ഏകദേശം 26,100 നിലവാരത്തിന് മുകളിലായിട്ട് ക്ലോസ് ചെയ്ത നിഫ്റ്റിക്ക് 25,900 ഒരു സപ്പോർട്ടും 26,350 ഒരു റെസിസ്റ്റൻസും കാണുന്നുണ്ട്. ഈ റെസിസ്റ്റൻസ് മറികടന്നാൽ പുതിയ ഉയരങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകൾ വിദഗ്ധർ കാണുന്നു എന്ന് തന്നെ പറയാം. അതുപോലെ ബാങ്ക് നിഫ്റ്റി ഏകദേശം 59,777 എന്ന ശക്തമായിട്ടുള്ള നിലയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ബാങ്ക് നിഫ്റ്റിക്ക് 59,000 ശക്തമായിട്ടുള്ള സപ്പോർട്ടും 60,000 പ്രധാന റെസിസ്റ്റൻസും ഉണ്ട്. RBIയുടെ റേറ്റ് കട്ടിംഗ് ബാങ്കിംഗ് ഓഹരികൾക്ക് അനുകൂലമായതിനാൽ ഈ ഒരു കടമ്പ കടന്നാൽ ബാങ്ക് നിഫ്റ്റിയിൽ പുതിയൊരു മുന്നേറ്റം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും. ഈ ഒരു നല്ല സാഹചര്യത്തിൽ മികച്ച അടിസ്ഥാനവും വളർച്ചാ സാധ്യതയുമുള്ള കേരളത്തിലെ നിക്ഷേപകർക്ക് സുപരിചിതമായിട്ടുള്ള 3 ഓഹരികളെ നമുക്കൊന്ന് നോക്കി വെക്കാം. നമ്മുടെ ലിസ്റ്റിലെ ആദ്യത്തെ ഓഹരി ഇന്ത്യൻ വിപണിയിലെ ഭീമനായിട്ടുള്ള റിലയൻസ് ഇൻഡസ്ട്രീസ് തന്നെയാണ്. ഏതൊരു മലയാളി നിക്ഷേപകന്റെ പോർട്ട്ഫോളിയോയിലും ഒരു സ്ഥാനം എപ്പോഴും റിലയൻസിനുണ്ടാവും. എണ്ണ മുതൽ ടെലികോം, റീറ്റെയിൽ, ഗ്രീൻ എനർജി വരെ പരന്നു കിടക്കുന്ന ഒരു ബിസിനസ് ശൃംഖലയാണ് റിലയൻസ് ഇൻഡസ്ട്രീസിന്റേത്. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ഒരു കണ്ണാടി തന്നെയാണ് റിലയൻസ് ഇൻഡസ്ട്രീസ് എന്ന് പറയാതെ വയ്യ. അപ്പോ എന്തുകൊണ്ടാണ് റിലയൻസ് ഇപ്പോൾ ആകർഷകമാകുന്നത് എന്ന് കൂടി നമുക്ക് നോക്കി പോകാം. വിപണിയുടെ ഈ ഒരു കുതിപ്പിന് ചുക്കാൻ പിടിക്കുന്ന പ്രധാന ഓഹരികളിൽ ഒന്നാണിത്. നിഫ്റ്റി മുന്നോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ സംഭാവന നൽകുന്ന ഓഹരികളിൽ റിലയൻസും ഉണ്ട്. ടെക്നിക്കൽ വശങ്ങൾ നോക്കുന്നതിനുപരി റിലയൻസ് ഒരു മാർക്കറ്റ് ലീഡറാണ്. വിപണി ബുള്ളിഷ് ആയിരിക്കുമ്പോൾ റിലയൻസിനെ പോലെയുള്ള ഒരു സ്റ്റോക്കിൽ നിക്ഷേപിക്കുന്നത് താരതമ്യേന സുരക്ഷിതവും എന്നാൽ മികച്ച ആദായം നൽകാൻ സാധ്യതയുമുള്ളതായിട്ട് കണക്കാക്കപ്പെടുന്നു. കമ്പനിയുടെ ഡിജിറ്റൽ റീറ്റെയിൽ ബിസിനസ്സുകളിലെ വളർച്ചയും ഊർജ്ജ മേഖലയിലെ പുതിയ പദ്ധതികളും ദീർഘകാല നിക്ഷേപകർക്ക് വലിയ പ്രതീക്ഷയാണ് നൽകുന്നത്. അതൊക്കെ കൊണ്ട് തന്നെയാണ് മാർക്കറ്റ് ഈ റാലിയിൽ പരിഗണിക്കാവുന്ന പ്രധാനപ്പെട്ട ഓഹരികളിൽ ഒന്നായിട്ട് റിലയൻസിനെ കണക്കാക്കുന്നത്. റിലയൻസിന്റെ ഒരു ടെക്നിക്കൽ ചാർട്ട് ഇവിടെ കൊടുക്കുന്നുണ്ട്. മൂവിംഗ് ആവറേജുകൾ, പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസുകൾ കൂടി ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. മൂവിംഗ് ആവറേജസിൽ 50, 100, 200 മൂവിംഗ് ആവറേജസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ഓഹരിയിലേക്ക് കടക്കാം. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇതിലെ രണ്ടാമത്തെ ഓഹരിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക് ആയിട്ടുള്ള സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ വളരുമ്പോൾ വായ്പകൾക്കുള്ള ആവശ്യം വർദ്ധിക്കുകയും RBI പലിശ നിരക്ക് കുറച്ച സാഹചര്യത്തിൽ വായ്പാ ഡിമാൻഡ് കൂടാൻ സാധ്യതയുമുണ്ട്.
ഈ അവസരങ്ങൾ മുതലെടുക്കാൻ ഏറ്റവും നല്ല നിലയിലുള്ള ബാങ്കുകളിൽ ഒന്നാണ് SBI ഇപ്പോൾ പരിഗണിക്കാൻ മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഒന്നാമതായിട്ട് ബാങ്കിന്റെ ആസ്തിയുടെ ഗുണമേന്മയിൽ വലിയ പുരോഗതി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ കിട്ടാക്കടം കുറയ്ക്കാനും ലാഭം കൂട്ടാനും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് SBIക്ക് സാധിച്ചിട്ടുണ്ട്. രണ്ടാമതായിട്ട് വായ്പാ വിതരണം വർദ്ധിപ്പിക്കുന്നതിനും ബാലൻസ് ഷീറ്റ് ശക്തമാക്കുന്നതിനുമായിട്ട് ബാങ്ക് അടുത്തിടെ ഫണ്ട് സമാഹരിക്കുന്നതിനുള്ള പദ്ധതികൾ കൂടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ബാങ്കിന്റെ വളർച്ചയോടുള്ള ആ ഒരു ആത്മവിശ്വാസം കൂട്ടുകയും സർക്കാർ ഉടമസ്ഥയിലുള്ള ബാങ്ക് എന്ന നിലയിൽ നിക്ഷേപകർക്ക് കൂടുതൽ പ്രതീക്ഷ നൽകുന്നതുമായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആണ്. അതുപോലെ സാമ്പത്തിക രംഗത്തെ വളർച്ചയിൽ കുറഞ്ഞ റിസ്കിൽ പങ്കാളികളാകാൻ ആഗ്രഹിക്കുന്നവർക്ക് SBI തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു ഓഹരി തന്നെയാണ്. SBIയുടെ ടെക്നിക്കൽ ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുന്നുണ്ട്. മൂവിംഗ് ആവറേജുകൾ 50, 100, 200 മൂവിംഗ് ആവറേജുകൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കൂടി ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇനി നമ്മുടെ ലിസ്റ്റിലെ അവസാനത്തെ ഓഹരി ഫെഡറൽ ബാങ്ക് ആണ്. കേരളത്തിലെ നിക്ഷേപകർക്ക് ഒരു പ്രത്യേക ഇഷ്ടമുള്ള നമ്മുടെ സ്വന്തം ഫെഡറൽ ബാങ്ക് ആലുവ ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന സ്വകാര്യ ബാങ്ക് സ്ഥിരതയാർന്ന പ്രകടനത്തിലൂടെ നിക്ഷേപകരുടെ വിശ്വാസം നേടിയ ഒന്നാണ്. ഫെഡറൽ ബാങ്കിനെ ഇപ്പോൾ ആകർഷകമാക്കുന്ന കുറേയേറെ ഘടകങ്ങളുണ്ട്. ബാങ്ക് അതിന്റെ ചരിത്രത്തിലെ മികച്ച പാദവാർഷിക ഫലമാണ് ഈ അടുത്ത് രേഖപ്പെടുത്തിയത്. ബാങ്കിന്റെ മൊത്തം ബിസിനസ്, നിക്ഷേപം, വായ്പാ വിതരണം എന്നിവയിലെല്ലാം മികച്ച വളർച്ചയാണ് കാണിക്കുന്നത്. റീറ്റെയിൽ, കാർഷിക, വാണിജ്യ വായ്പകളിൽ ബാങ്ക് വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട്. അടുത്തിടെ ബാങ്കിന് മൂലധനം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ട് ഫണ്ട് സമാഹരിക്കാൻ പദ്ധതിയിട്ട വാർത്തകളും പുറത്തു വന്നിരുന്നു. പ്രമുഖ നിക്ഷേപ സ്ഥാപനങ്ങൾ ബാങ്കിൽ താല്പര്യം കാണിക്കുന്നത് ഇത് ഭാവിയെക്കുറിച്ചുള്ള വിപണിയുടെ ശുഭാപ്തി വിശ്വാസമാണ് എടുത്തു കാണിക്കുന്നത്. ടെക്നിക്കലായിട്ട് നോക്കിയാൽ ഫെഡറൽ ബാങ്കിന്റെ ഓഹരി വില ഏകദേശം 250-260 രൂപ നിലവാരത്തിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്നത്. പല ബ്രോക്കറേജ് സ്ഥാപനങ്ങളും ഇതിന് ആകർഷകമായിട്ടുള്ള ഒരു ടാർഗറ്റ് വിലയും നൽകിയിട്ടുണ്ട്. കേരളത്തിൽ ആഴത്തിൽ വേരുകളുള്ളതും എന്നാൽ ദേശീയ തലത്തിൽ ശക്തമായിട്ട് വളരുന്നതുമായിട്ടുള്ള ഒരു ബാങ്ക് എന്ന നിലയിൽ ഫെഡറൽ ബാങ്ക് മിഡ് ക്യാപ് വിഭാഗത്തിൽ മികച്ചൊരു നിക്ഷേപ അവസരമായിട്ടാണ് മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ബാങ്കിന്റെ ഒരു ടെക്നിക്കൽ ഡീറ്റെയിൽസ് ചാർട്ടുകൾ ഇവിടെ കൊടുക്കുന്നുണ്ട്. മൂവിംഗ് ആവറേജസ്, അതുപോലെ തന്നെ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഇവയൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി മുന്നോട്ടേക്കുള്ള ഒരു പ്രതീക്ഷ നമുക്ക് ഈ ഒരു ബാങ്കിന്റെ ഓഹരികളിൽ കാണാവുന്നതുമാണ്. അപ്പൊ ഇത്രയുമാണ്. ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കടക്കാം. ഇന്ന് നമ്മൾ സംസാരിച്ചത് റിലയൻസ് ഇൻഡസ്ട്രീസ്, SBI, ഫെഡറൽ ബാങ്ക് എന്നീ 3 ഓഹരികളെ കുറിച്ചാണ്. ഇന്ത്യൻ വിപണി ഒരു പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുമ്പോൾ ഈ ഓഹരികൾക്ക് മികച്ച പ്രകടനം നടത്താൻ സാധിക്കുമെന്ന് പൊതുവേ ഒരു വിലയിരുത്തലുണ്ട്. റിലയൻസ് ഒരു മാർക്കറ്റ് ലീഡർ എന്ന നിലയിലും SBI സാമ്പത്തിക വളർച്ചയുടെ പലിശ നിരക്ക് കുറയ്ക്കുന്നതിന്റെ ഗുണഭോക്താവ് എന്ന നിലയിലും ഫെഡറൽ ബാങ്ക് ശക്തമായിട്ടുള്ള വളർച്ചാ പാതയിലുള്ള കേരളത്തിന്റെ സ്വന്തം ബാങ്ക് എന്ന നിലയിലും ശ്രദ്ധ നേടുന്നുണ്ട്. അപ്പം ഇവയൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഉൾക്കൊള്ളിക്കാനും അതുപോലെ തന്നെ വാച്ച് ലിസ്റ്റിൽ എപ്പോഴും കീപ്പ് ചെയ്യാനും പറ്റിയ ഓഹരികളാണ്. നല്ല വളർച്ചാ സാധ്യതകൾ എപ്പോഴും നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നുമുണ്ട്. കൃത്യമായിട്ട് പഠിച്ച് അനലൈസ് ചെയ്ത ശേഷം മാത്രം നിക്ഷേപ തീരുമാനങ്ങൾ എടുക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. സ്റ്റോക്ക് മാർക്കറ്റിൽ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുക്കാൻ മറക്കരുത്. ഇതുപോലെ കൂടുതൽ വിപണി അനാലിസിസുകൾക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. നമ്മൾ അടുത്ത ആഴ്ചയിൽ വരാൻ പോകുന്ന സാധ്യതകളുള്ള സ്റ്റോക്കുകളെ കുറിച്ചും അതുപോലെ മറ്റ് മാർക്കറ്റ് കണ്ടീഷനുകളെ കുറിച്ചും കൃത്യമായിട്ടുള്ള അനാലിസിസ് നൽകുന്നുണ്ട്. മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ഒരു പ്രതീക്ഷകൾ നമുക്ക് തന്നെ വിലയിരുത്തി മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള അനാലിസിസ് മെത്തേഡ് തന്നെയാണ്. അപ്പോൾ ഇത്രയുമാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്. സ്റ്റോക്ക് മാർക്കറ്റിലെ ന്യൂസുകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ഫേസ്ബുക്ക് ഗ്രൂപ്പ് നമുക്കുണ്ട്. ആ ഒരു ഗ്രൂപ്പിന്റെ ലിങ്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. താല്പര്യമുള്ളവർക്ക് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസുകൾ നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. വളരെ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പുതിയ ന്യൂസുകളുമായിട്ട് നാളെ വീണ്ടും വരാം. ബൈ.